അസുരതാണ്ഡവം. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. റൈറ്റ് സൈഡിലെ ഡോർ തുറന്നു. ആകാംക്ഷയോടെ എല്ലാവരും അങ്ങോട്ട് നോക്കി. ഡോറിൽ ഒരു കൈ വീണതും ആ കൈകളിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളി ബ്രേസ്ലെറ്റ് കണ്ടതും മുത്തശ്ശിയുടെ ചുണ്ടിൽ ഒരു ആശ്വാസത്തിന്റെ പുഞ്ചിരി വീണു. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആദ്യം കണ്ട് എല്ലാവർക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം തോന്നി. എല്ലാവരെയും ആ തറവാടിനെയും ഒന്നാകെ നോക്കിക്കൊണ്ട് അവൻ മുന്നോട്ട് ചുവടുകൾ വെച്ചു. ആശ അവന്റെ അടുത്തേക്ക് ചെന്നു. ആദി വാ, ഇതാണ് നമ്മുടെ തറവാട്. അവന്റെ കൈകളിൽ പിടിച്ച ആശ തറവാടിന്റെ പടിയിൽ കയറി. മുത്തശ്ശിയുടെ മുമ്പിലെത്തിയതും അവരെ ഒന്നാകെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് ഗ്രാൻഡ്മാ വിളിച്ചുകൊണ്ട് വാരിപ്പുണർന്നു. ആ ഒരു വിളിമതിയായിരുന്നു അവർക്ക് അത്രയും മാസങ്ങൾ അടക്കി പിടിച്ച വേദനയിൽ ആശ്വാസം കിട്ടാൻ. ഓനെ ആദി, മുത്തശ്ശി കരഞ്ഞുകൊണ്ട് അവന്റെ കവിളിൽ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. മുത്തശ്ശിയിൽ നിന്നകന്ന് അടുത്തു നിൽക്കുന്ന നന്ദനെ നോക്കി. നന്ദ, ഒരു പുഞ്ചിരിയോടെ ആദി വിളിച്ചതും നന്ദൻ അവനെ സ്നേഹത്തോടെ വാരിപ്പുണർന്നു. ആദി, നിനക്കെന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ. അവരുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ടു നോക്കുന്ന ഗൗതമിക്ക് കൺമുമ്പിൽ കാണുന്ന കാഴ്ചയൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ഈശ്വര, ഇവനപ്പോ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടിയോ? ശോ, അപ്പൊ ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം വീണ്ടും ഒരു ഷീട്ട് കൊട്ടാരം പോലെ തകർന്നടിഞ്ഞല്ലോ ഈശ്വര. ഒരു നിരാശയോടെ മനസ്സിൽ സ്വയം ഓർത്തു അവൾ. ആ മോനെ, അകത്തേക്കിരിക്ക്. ഒരു വലിയ യാത്ര കഴിഞ്ഞ് വന്നല്ലേ, കുറച്ച് സമയം റെസ്റ്റ് എടുക്ക്, എന്നിട്ട് മതിന് ബാക്കിയൊക്കെ. ശരിയാമ്മേ, നല്ല ക്ഷീണമുണ്ട്, ദേവദാസ് ഒരു ചിരിയോടെ പറഞ്ഞു. വാ മക്കളെ. തിരികെ ഒരു ചിരിയോടെ പറഞ്ഞ് മുത്തശ്ശി എല്ലാവരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരെത്തുന്ന വിവരം നേരത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ ആദിയുടെ മുറിയെല്ലാം വൃത്തിയാക്കി വെച്ചിരുന്നവർ. നന്ദൻ ആദിയും കൂട്ടി അവന്റെ മുറിയിലേക്ക് പോയി. ഓനെ ദേവാ, തമ്പുരാട്ടിയുടെ വിളി ദേവദാസ് അവരെ തിരിഞ്ഞു നോക്കി. ആ വിളി പ്രതീക്ഷിച്ച പോലെ ആശ അവരെ നോയിക്കൊണ്ട് തിരിഞ്ഞു. ഓനെ, അപ്പൊ നമ്മുടെ ആദിക്ക് ഓർമ്മയെല്ലാം തിരിച്ചു കിട്ടിയല്ലേ? ഒരു മുഷിച്ചിലോടെ അകത്തേക്ക് പോകാൻ ഒരുങ്ങിയ ഗൗതമി അമ്മയുടെ ചോദ്യം കേട്ട് അവിടെ തന്നെ നിന്നു. വിടർന്ന കണ്ണുകളോടെ ആകാംക്ഷയോടെ തമ്പുരാട്ടി ചോദിക്കുന്നതായിട്ട് ദേവദാസ് ഒന്ന് വിശ്വസിച്ചു. അമ്മേ, നമ്മുടെ ആദിക്ക് പഴയ ഓർമ്മകളൊന്നും തിരിച്ചെത്തിയിട്ടില്ല. അയാളുടെ വാക്കിൽ കേട്ട് തമ്പുരാട്ടിയും ബാക്കിയുള്ളവരും വിശ്വസിക്കാൻ കഴിയാതെ നോക്കി ദേവനെ. അതെ അമ്മേ, US-ലെത്തി 2 മാസമായി അവനൊന്ന് സ്വന്തമായിട്ട് എണീറ്റേക്കാം. ഇപ്പോൾ അവൻ നിങ്ങളൊക്കെ മനസ്സിലായത് അതവൻ്റെ പഴയ ഓർമ്മകളിൽ നിന്നല്ല. ഈ വീട്ടിലെ ഓരോ അംഗങ്ങളുടെയും ഫോട്ടോയും വീഡിയോസെല്ലാം കാണിച്ച് കഴിഞ്ഞ 4 മാസം ഓരോ ബന്ധങ്ങളെല്ലാം അവനിൽ പറഞ്ഞ് പഠിപ്പിച്ചെടുത്ത ഒരു കൊച്ചുകുട്ടിക്ക് പറഞ്ഞ് പഠിപ്പിക്കും പോലെ. ഒരുപാട് കൗൺസിലിങ്ങും മറ്റും നൽകി ഈ 4 മാസം അത്രമാത്രം ഞങ്ങൾ കഷ്ടപ്പെടുകയായിരുന്നു നമ്മുടെ പഴയ ആദിയാക്കി മാറ്റാൻ അവനെ. ഇപ്പോൾ അവന് നിങ്ങളെല്ലാം അറിയാം. അത് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത രീതിയിൽ. ഇത്രയ്ക്ക് ആയില്ലേ അമ്മേ? അപ്പോൾ ഇനി ബാക്കിയൊക്കെ പതിയെ ശരിയായിക്കോളും. അത്രമാത്രം പറഞ്ഞ് ദേവദാസ് തന്റെ മുറിയിലേക്ക് പോയി. ദേവദാസിന്റെ കൂടെ പോകാൻ നിന്ന ആശ എന്തോർത്ത പോലെ തിരികെ തമ്പുരാട്ടിയുടെ അടുത്തേക്ക് നടന്നു. അമ്മേ, ഒരു കാര്യം കൂടെ. അവൻ ഈ അവസ്ഥയിലെത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു അമ്മയെ ഞാൻ പോയെന്ന് കരുതിയെടുത്തുനിന്ന് ദൈവം തിരിച്ചു നൽകിയത്. അതുകൊണ്ട് പറയാം, അവനിപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും അറിയാം, എന്നാൽ അറിയാത്ത മറ്റു പലതുമുണ്ട്. അതൊന്നും ഈ വീട്ടിലെ ഒരാളിൽ നിന്ന് അവൻ അറിയരുത്. അമ്മയെ കാണാൻ വേണ്ടിയാണ് ഇപ്പം ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു. അമ്മയെ കാണാൻ വേണ്ടി മാത്രം. ഒരാഴ്ച, അത് കഴിഞ്ഞാൽ വരുന്ന തിങ്കളാഴ്ച ഞങ്ങൾ തിരിച്ച് ഡൽഹിയിലേക്ക് പോകും. അതിനിടയിൽ അമ്മയിൽ നിന്നോ മറ്റവരിൽ നിന്നോ കഴിഞ്ഞൊന്നും അവൻ അറിയാൻ പാടില്ല. ഈ കാര്യത്തിൽ എനിക്ക് അമ്മയും നന്ദനെയും മാത്രമേ പേടിയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞ് നന്ദനോട് ഞാൻ സംസാരിച്ചോളാം. അപ്പം മനസ്സിലായല്ലോ അമ്മയ്ക്ക്? പാർവതി, ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചു. ആ പേര് പോലും ഇനി ഒരാളിൽ നിന്ന് കേട്ടുപോകരുത്. ഒരു താക്കീതോടെ പറഞ്ഞുകൊണ്ട് ആശ മുറിയിലേക്ക് പോയി. തമ്പുരാട്ടിക്കും ചൈത്രക്കും മാധവനും എല്ലാം വല്ലാത്ത വിഷമം തോന്നി. പാർവതി അവരിലെല്ലാവരും നോവായി മാറി. എല്ലാം കേട്ട ഗൗതമി ചിരിയോടെ വസുമതിയുടെ അടുത്തേക്ക് ചെന്നു. മോളെ, ദേ അവരൊക്കെ വന്നു. ഞാൻ കണ്ടു അമ്മേ. ആദിക്ക് അവൻ്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയെന്ന് മനസ്സിലായി. വീണ്ടും തോറ്റുപോയല്ലോ അമ്മേ ഞാൻ. എൻ്റെ മോളെ, നമ്മൾ തോൽക്കാനിപ്പോൾ ദൈവം പോലും ആഗ്രഹിക്കുന്നില്ല. നീ കരുതും പോലെയായി അമ്മയെ ആദ്യം കരുതിയത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല മോളെ. ഗൗതമി ആശ പറഞ്ഞു. ദേവം പറഞ്ഞുമെല്ലാം അവളോടായി പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ വസുമതിയുടെ മുഖം പൂനിലാവ് പോലെ തിളങ്ങി നിന്നു. മോള് നോയിക്കോ, അവന് പഴയ ഓർമ്മകൾ തിരിച്ചു വരും മുമ്പ് നിന്റെ കഴുത്തിൽ അവനെ കൊണ്ട് ഈ അമ്മ താലി ചാർത്തിക്കും. എന്റെ മോള് ധൈര്യമായിട്ടിരിക്കും. ഗൗതമി വീണ്ടും അവളിൽ പ്രതീക്ഷകളുടെ വിത്ത് വിതച്ചു. ആശയുടെ വാക്കുകളിൽ തരിച്ചു നിൽക്കുകയാണ് നന്ദൻ. എന്തു പറയണമെന്നറിയില്ല. അവൻ തിരിച്ചു വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനാ. അവൻ വന്നിട്ട് അവന്റെ കൂടെ നിന്ന് പാർവതി എങ്ങനെയും കണ്ടെത്താൻ ശ്രമിക്കണം. തന്റെ പെണ്ണിന് കൊടുത്ത വാക്ക് എന്തോ അവന്റെ കണ്ണുകൾ ഇറങ്ങണിഞ്ഞു തുടങ്ങി. ആന്റി, ഇത്രയൊക്കെ വേണോ? അവൻ അത്രമാത്രം. സ്റ്റോപ്പ് നന്ദ, നീ ഇപ്പോഴുള്ള അവസ്ഥകളെ ചിന്തി. എനിക്കറിയാം നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ച് നടക്കാതെ പോയതുമില്ല. ഇനി അതൊന്നും പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഡൽഹിയിലേക്ക് ഞങ്ങൾ പോകും മുമ്പ് നിന്റെയും കീർത്തനയുടെയും വിവാഹം നടത്താം. നന്ദൻ ആശയെ നോക്കി ഒരു പുച്ഛച്ചിരി നൽകി ഗാർഡനിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോയി. നടന്നു പോകുന്ന നന്ദനെ നോക്കി ആശ അകത്തേക്ക് പോകാൻ ഒരുങ്ങിയതു. ആശേ, പുറകിലെ വിളി കേട്ട് ആശ തിരിഞ്ഞു നോക്കി. ആ, ഗൗതമി ചേച്ചിയോ? എന്താ ചേച്ചി? ഒന്നുമില്ല എൻ്റെ ആശ. നിന്നെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വല്ലാത്ത വേദനയാ തോന്നണേ. നിനക്കെന്നെ വലിയ പിടുത്തില്ലെന്നറിയാം.
എന്നാലും ഒരു കാര്യം പറയാം, വൈകാതെ നിനക്ക് നിന്റെ മകനെ നഷ്ടമാവും എന്നേക്കുമായി. വാട്ട്? നിങ്ങൾക്കെന്താ തലക്ക് ഭ്രാന്ത് പിടിച്ചോ? ആ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ മകനെ നഷ്ടപ്പെട്ടാൽ നിനക്ക് ചിലപ്പോൾ അങ്ങനെ വന്നേക്കാം. ദേ, എല്ലാം കൊണ്ട് തളർന്ന അവസ്ഥ എനിക്ക്. അതിലേക്ക് തീ കോരിടാനാണോ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന്? എൻ്റെ ആശയം, ഞാൻ നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞ് നീ തന്നെ ചിന്തിച്ചു നോക്ക്. ദേ, ആ പോയവൻ, അവൻ ആദ്യോടൊന്നും പറയില്ലെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? എന്തിന്? അവനല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് മറ്റാരെക്കാളും ആദ്യം പാർവതി ഒന്നിക്കണമെന്ന മനസ്സാ. സ്വന്തം ആത്മാർത്ഥ കൂട്ടുകാരിയുടെ കൊച്ചുമോളും കൂടെ അല്ലേ. അതിലൊക്കെ ഉപരി നാളെ പെട്ടെന്ന് ആദ്യം ഓർമ്മകൾ തിരിച്ചു കിട്ടിയ അവൻ പോവില്ലേ അവളെ തേടി? ഇല്ലെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഒരു നിമിഷം ഗൗതമിയുടെ വാക്കുകൾ സത്യമാണെന്ന് തോന്നിപ്പോയി ആശയ്ക്ക്. എൻ്റെ ആശയെ, ആ പെണ്ണിനെ തെരഞ്ഞുപോയ പോലീസ് ഓഫീസറുടെ അവസ്ഥ എന്താണെന്ന് അറിയോ നിനക്ക്? ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ നിന്റെ മകൻ അവളെ തേടിപ്പോവും. അതോടെ അവൻ്റെ ജീവൻ പോലും നഷ്ടാവും. ഒരിക്കലും ജീവൻ പോകുന്ന വക്കിൽ എത്തിച്ച അവര് വീണ്ടും അവൻ മുമ്പിലെത്തി അവന്റെ ശരീരം പോലും ബാക്കി വെക്കില്ല. ഗൗതമിയുടെ വാക്കുകളിൽ കൈകൾ കാതിൽ പൊത്തി അലറിയ ആശ. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും ആശ. അതുകൊണ്ട് നിന്നോട് പറയാം, ആദ്യം അവൾ ഒരിക്കലും തേടി പോവരുത്. അതിനൊരേ ഒരു വഴിയേ നിനക്ക് മുമ്പിലുള്ളൂ. ഗൂഢമായി പറയുന്ന ഗൗതമിയെ ആശ സംശയത്തോടെ എന്താണെന്ന ഭാവത്തോടെ നോക്കി. അവന്റെ ഓർമ്മകൾ തിരിച്ചിട്ടു മുമ്പ് അവന്റെ വിവാഹം നടക്കണം. ഗൗതമി പറയുന്ന കേട്ട് ആശ ഒരു നിമിഷം ചിന്തിച്ച് നിന്നു. എൻ്റെ ആശയെ, മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ അവളുമായിട്ട് ഒരുമിച്ച് ജീവിതം തുടങ്ങിയ പിന്നെ അവന് ഓർമ്മകൾ തിരിച്ചു വന്നാലും അവന് ഇവളെ വഞ്ചിച്ച് അവിടെ അടുത്തേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും അവന് പോകാൻ കഴിയില്ല. ചേച്ചി, പക്ഷെ പെട്ടെന്ന് അവൻ്റെ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അധികം വൈകിക്കുന്ന നിന്റെ മകൻ്റെ ആയുസ് തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ആദ്യം വിവാഹം കഴിക്കാൻ എൻ്റെ മകൾ ഇപ്പോഴും ഒരുക്കുക. പാർവതിയേക്കാൾ 1000 ഇരട്ടി നിന്റെ മോനെ സ്നേഹിക്കാൻ കഴിയും എൻ്റെ മോൾക്ക്. ആശയുടെ കൈകൾ കൈ ചേർത്ത് പറഞ്ഞ് ഗൗതമി. അവരുടെ ദയനീയ ഭാവം കണ്ടതും ആശ അവരുടെ കൈകൾ ഇറുകെ പിടിച്ച്. ചേച്ചി, പക്ഷെ ഇതൊക്കെ എങ്ങനെ? എൻ്റെ ആശയെ, എനിക്ക് നിന്നെ സമ്മതം മതി. ബാക്കിയെല്ലാം ഞാൻ ഏറ്റു. നീ കൂടെ നിന്നേക്കണം. ആദ്യം ഇതിൽ സമ്മതിപ്പിക്കാൻ നമ്മളൊരു കള്ളം പറയാൻ പോവാ. അത് നീ മറ്റാരോടും ഇപ്പം പറയരുത്. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? അതെ ആശയെ, ആദിയോട് അവനും വസുവും വർഷങ്ങളായിട്ട് പ്രണയത്തിലായിരുന്നെന്നും അവരുടെ എൻഗേജ്മെന്റിന്റെ അന്നാണ് ആദിക്ക് ആക്സിഡന്റ് സംഭവിച്ചതെന്നും അവനോട് പറയണം. അപ്പൊ പിന്നെ അവനിതിനൊന്നും എതിർക്കില്ല. നീ വാ ആശേ. ആശയ്ക്ക് എന്ത് ചെയ്യണമെന്നൊരു ധാരണയും കിട്ടിയില്ല. ഒരു കളിപ്പാവയെ പോലെ ഗൗതമിയുടെ വാക്കുകളിൽ തന്റെ ചിന്തകളെ കൂട്ടിയിണക്കി അവരോടൊപ്പം നടന്നു നീങ്ങി. ഒന്നുറങ്ങിയെണീറ്റ് ആദി ഫ്രഷായി ബാത്റൂമിൽ നിന്നിറങ്ങി കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യി. ആദി, മൃദുവായ ശബ്ദത്തോടെ വിളിച്ചുകൊണ്ട് പുറകിലൂടെ അവൾ അവനെ ഇറുകെ പിണർന്നു. ഒരു നിമിഷത്തെ പകപ്പിന് ശേഷം ആദികളുടെ കൈകളെ മോചിപ്പിച്ച് തിരിഞ്ഞു നോക്കി. ആദി, പ്രണയാർദ്രമായ അവളുടെ വിളിയും നോട്ടം ഭാവമെല്ലാം കണ്ട് ആദി അവൾ ഉറ്റുനോക്കി. വസുമതി. ആദി, നീ വന്നല്ലോ ആദി, എനിക്ക് സന്തോഷമായി. നിന്നെ ഓർത്ത് കരയാത്തൊരു രാത്രി പോലും ഇല്ല ആദി. കണ്ണുകൾ നിറച്ച് സങ്കടഭാവത്തോടെ അവനെ വീണ്ടും ഇറുകിയപ്പെടുന്ന വസുമതി. ഏയ്, എന്താ ഇത്? ആദി അവളെ പിടിച്ച് തന്നിൽ നിന്ന് നടത്തി മാറ്റി. എന്താ ആദി, നിനക്ക് എന്നെ ഇപ്പോഴും? പറയുന്നതോടൊപ്പം മുഖം പൊത്തി കരഞ്ഞു വസുമതി. വിരലുകൾക്കിടയിലൂടെ അവനെ നോക്കി അവന്റെ ഭാവങ്ങൾ ഓരോന്ന് ഒപ്പിയെടുത്തു. ആദ്യം ഒന്നും മനസ്സിലാവാതെ കരയുന്നവള് നോക്കി. അപ്പച്ചിയുടെ മോളാണെന്നല്ലേ മമ്മ പറഞ്ഞു, പക്ഷെ ഇവളെന്താ ഇങ്ങനെയൊക്കെ? ആദ്യം തന്നെ മനസ്സിൽ ഓർക്കാതിരുന്നില്ല. അയ്യോ മോളെ വസു. വസുമതിയുടെ കള്ളക്കരച്ചിൽ കണ്ടുകൊണ്ടാണ് ഗൗതമി ആശയ അങ്ങോട്ട് വന്ന്. അയ്യോ മോളെ, എന്താ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നേ? അമ്മേ, ആദിക്ക് ഇപ്പോഴും എന്നെ. മോള് കരയാതെ, സംഭവിച്ചാലും നമുക്കറിയുന്നല്ലേ, എല്ലാം ശരിയാവും. പറയുന്നൊന്നും മനസ്സിലാവാതെ ആദി സംശയത്തോടെ ഗൗതമിയെ വസുവിനെയും നോക്കി. ആദ്യ ആശയെ നോക്കി. അവരൊന്നും മിണ്ടാ തലാഴ്ത്തി നിൽക്കുന്നുണ്ട് ആദിയുടെ മുമ്പിലേക്ക് ചെന്നു. മമ്മ, നിങ്ങൾ പറഞ്ഞ പോലെ വസുമതി ഇവരുടെ മകളാണെന്ന് എനിക്കറിയാം. പക്ഷെ അതെല്ലാം എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം അത് ഉണ്ട് മോനെ, എത്രയ്ക്കായാലും നീ അതറിയേണ്ട തന്നെയാ. ആശ എന്തോ പറയാൻ തുടങ്ങിയതിന് മുമ്പേ ഗൗതമി ആദിയെ നോക്കി പറഞ്ഞു. മോനെ ആദി, വസുമതിയെ കാണാൻ എല്ലാം ഓർത്തെടുക്കാൻ കഴിഞ്ഞാലോ എന്ന് കരുതിയാ നിന്നോടിത് പറയേണ്ടെന്ന് ആശയോട് നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇവളെ കണ്ടിട്ട് നിനക്കതൊന്നും ഓർമ്മയില്ലെന്ന് അറിഞ്ഞിട്ടാ ഇവളിപ്പോൾ കരയുന്ന പോലും. ആദ്യം അവരുടെ ഓരോ വാക്കുകളും സൂക്ഷ്മതയോടെ കേട്ടു നിന്നു. മോനെ ആദി, വസുമതി ഇന്നോ ഇന്നലെയോ അല്ല, കുഞ്ഞുനാൾ മുതൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവളാ. നിനക്കും അവളെ വലിയ ഇഷ്ടമായിരുന്നു. നീ ഇവിടെ വന്ന മുതൽ നിങ്ങളുടെ സ്നേഹവും പരസ്പരമുള്ള കളിയും ചിരിയെല്ലാം ആസ്വദിച്ചതാ ഞങ്ങളെല്ലാം. നിനക്ക് അവളില്ലാതെയോ അവൾക്ക് നീ ഇല്ലാതെയോ ഒരു നിമിഷം പോലും പറ്റില്ലായിരുന്നു. രാവെന്നോ പകലെന്നോ ഇല്ലാതെ നിങ്ങൾ എവിടേക്കെല്ലാം പോയിട്ടുണ്ട്. എല്ലാത്തിനൊടുവിൽ നിങ്ങളുടെ സന്തോഷം പോലെ നിങ്ങളുടെ എൻഗേജ്മെന്റ് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്. അതിൻ്റെ തലേ ദിവസം മോനെ ഇങ്ങനെയൊക്കെ. നിനക്കറിയോ ആദി, ഇവളിപ്പോൾ ജീവനോടെ ഇരിക്കുന്ന പോലും നിന്റെ ശ്വാസം ഈ ഭൂമിയിലുള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ എൻ്റെ മോള്. പറഞ്ഞുകൊണ്ട് സാരി തുമ്പോണ്ട് വാപുത്തി കരഞ്ഞു ഗൗതമി. എല്ലാം കേട്ടൊന്നും വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞിരുന്നു ആദി ആശയെ നോക്കി. മമ്മ, ആശ ഉലയുന്ന മനസ്സോടെ ഒരു പതറിലോടെ നോക്കി ആദിയെ. ആദി, മമ്മ ഇവർ പറയുന്നതോ എന്തിന്? ഇവർക്ക് ആരാണെന്ന് ഓർമ്മ പോലും എന്നിലില്ല. പക്ഷെ നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണെന്ന വിശ്വാസമുണ്ട് എനിക്ക്.
നിങ്ങളെൻ്റെ മമ്മയാണെന്ന് പോലും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. അതുകൊണ്ട് മമ്മ പറ, ഇവർ ഈ പറഞ്ഞെല്ലാം സത്യമാണോ? വസുമതിയുടെ എൻ്റെ എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ചതാണോ? ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഒരു നിമിഷം ആദിയുടെ ചോദ്യങ്ങളിൽ ആശയുടെ മുമ്പിൽ പാർവതിയുടെ മുഖം തെളിഞ്ഞു നിന്നു. ഗൗതമി വസുമതി ആശയുടെ വാക്കുകൾക്ക് വേണ്ടി ഉറ്റുനോക്കി. മമ്മ. ആദിയുടെ വിളിയിലൊന്ന് പരിങ്ങിയെങ്കിലും ഒന്നാഞ്ഞു ശ്വാസമെടുത്ത് ആശ ആദിയെ നോക്കി. സത്യമാണ് ആദി, ഇവർ പറഞ്ഞെല്ലാം സത്യമാണ്. വസുമതിയെ കാണുമ്പോൾ നിനക്ക് എന്തെങ്കിലും മാറ്റം വരുന്ന കരുതിയാ ഇവർ പറഞ്ഞ പ്രകാരം ഈ കാര്യങ്ങൾ ഞാൻ മറച്ചു വെച്ച്. ആശയുടെ വാക്കുകൾ കേട്ടതും ആദി വസുമതിയെ നോക്കി. ആദി തന്നെ നോക്കുന്നുണ്ടതും വസുമതി വീണ്ടും വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. ആദി അവൾക്കടുത്തേക്ക് നടന്നെടുത്തു. പതിയെ അവളുടെ തോളിൽ കൈവച്ചു. വസുമതി, നിന്നെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഈ നിമിഷം വരെ നമ്മൾ തമ്മിൽ കഴിഞ്ഞു പോയതൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നിരുന്നാലും എൻ്റെ മമ്മയുടെ വാക്കിൽ എനിക്ക് വിശ്വാസമുണ്ട് വസുമതി. അതുകൊണ്ട് പറയാം, ഈ കാരണത്താൽ ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല. അന്ന് മുടങ്ങിപ്പോയ നമ്മുടെ എൻഗേജ്മെൻറ്റ് ഇവിടുന്ന് ഡൽഹിക്ക് തിരിക്കും മുമ്പ് തന്നെ നടക്കും. ഇത് നിനക്ക് ഞാൻ തരുന്ന വാക്കാ. ഇനി ഈ മിഴികൾ എന്നോർത്ത് കരയരുത്. ആദിയുടെ വാക്കുകളൊട്ടും വിശ്വസിക്കാൻ കഴിയാതെ ഈ ലോകം കീഴടക്കിയ സന്തോഷത്തോടെ വസുമതി അവനെ കെട്ടിപ്പുണർന്നു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ചെറു പുഞ്ചിരിയോടെ ആദി അവളെ തൻ്റെ കൈകളാൽ ചേർത്ത് പിടിച്ചു. തൻ്റെ കണ്ണുകളിൽ കാണുന്ന കാഴ്ച ഗൗതമിക്ക് താൻ സ്വപ്നമാണോ കാണുന്നതെന്ന് തോന്നിപ്പോയി. തലയൊന്ന് കുടഞ്ഞ് വീണ്ടും മുന്നോട്ട് നോക്കി. സത്യമാണ്, തൻ്റെ തന്ത്രങ്ങളെല്ലാം വിജയിച്ച സന്തോഷത്തോടെ നിറഞ്ഞ പുഞ്ചിരിയോടെ അവർ ആദിയെയും വസുമതിയെയും നോക്കി നിന്നു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല ആശേ. നീ പറഞ്ഞെല്ലാം അംഗീകരിച്ചാ നിന്ന് എന്റെ ആദ്യമോന്റെ അവസ്ഥയിൽ നീ അവന്റെ അമ്മയാണെന്ന കാരണം കൊണ്ട് എന്ന് കരുതി ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യം നടക്കില്ല. ആശയുടെയും ഗൗതമിയുടെയും തീരുമാനങ്ങൾ തറവാട്ടിലുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ആശേ, നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? ആദി പാർവതി എത്രമാത്രം സ്നേഹിക്കുന്നതെന്ന് എനിക്ക് അറിയുന്നല്ലേ? ചൈത്ര വേവലാതിയോടെയാണ് ചോദിച്ച ആശയോട്. അതിന്റെ പേരിൽ എന്റെ മോനെ കൊലക്ക് കൊടുക്കണം ഞാൻ? നിങ്ങൾ പറയുന്ന പോലെ പാർവതിയുടെ കാര്യത്തിൽ എനിക്ക് വിഷമവും സങ്കടം എല്ലാം ഉണ്ട്. എന്ന് കരുതി അവൾക്ക് വേണ്ടി എന്റെ മോനെ കൊലക്ക് കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാ എത്രയും പെട്ടെന്ന് ഈ ചടങ്ങ് നടക്കുമെന്ന് ഞാൻ പറയുന്നത്. ചൈത്രേ, ആദിയുടെ സ്ഥാനത്ത് നന്ദനായിരുന്നെങ്കിൽ അപ്പോഴും നീ ഇതുപോലെ പറയോ? ആശയുടെ ചോദ്യത്തിൽ ചൈത്രക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അമ്മയ്ക്ക് എന്തായാലും നടക്കിരുന്ന ഇത്ര നിർബന്ധം? ഒരിക്കലും അമ്മ ഒരു കാര്യം പറഞ്ഞിരുന്നു, വസുമതി വിവാഹം കഴിക്കാൻ ആദ്യം തയ്യാറാണെന്ന് പറഞ്ഞാൽ ആ നിമിഷം അതിനെ എതിർക്കില്ലെന്ന്. ശ്രീകോവിലത്തെ സരസ്വതി തമ്പുരാട്ടിക്ക് വാക്ക് വലിക്കാൻ അറിയില്ലേ? ഒരു പുച്ഛഭാവത്തോടെ പറഞ്ഞു ഗൗതമി. ഒന്നും പറയാൻ ത്രാണിയില്ലാതെ നിറഞ്ഞ മിഴികളോട് അവർ മുറിയിലേക്ക് നടന്നു. ആശ എല്ലാവരെയും നോക്കി. എല്ലാവരോടും കൂടെയാ പറയുന്നത്, മറ്റന്നാൾ തന്നെ ഈ വീട്ടിൽ വെച്ച് ആദിയുടെയും വസുമതിയുടെയും എൻഗേജ്മെന്റ് നടക്കും. അത് കഴിഞ്ഞ് വിവാഹം. അത് ഇവിടെ വെച്ച് വേണ്ട. എൻഗേജ്മെന്റ് കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് തിരികെ ഡൽഹിയിലേക്ക്. അവിടെ വെച്ച് വിവാഹം. പാർവതിയെക്കുറിച്ച് ആരിൽ നിന്നും ആദ്യം അറിയാൻ ഇടേണ്ടാവരുത്. മറിച്ചായ പാർവതി തേടി ആദ്യം പോകുന്ന നിമിഷം പിന്നെ ജീവനോടെ എന്നെ ആരും കാണില്ല. ഇല്ല ആശേ, ഞങ്ങളാരും ഒന്നിനെതിരല്ല. അവൻ്റെ അച്ഛനായ എന്നോട് പോലും ചോദിക്കാതെ നീ ഇത്രയൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് നീ കരുതി തന്നെ നടക്കട്ടെ. പക്ഷേ നീ ഒന്നോർത്തോ ആശേ, ദൈവം എന്നൊരാൾ മുകളിലുണ്ട്. അവൻ്റെ ഓർമ്മകൾ നഷ്ടമായത് താൽക്കാലികമായിട്ടാ. എന്നെങ്കിലും അവനെല്ലാം ഓർത്തെടുക്കുന്ന ഒരു ദിവസം വരും. അന്ന് അവൻ്റെ മുമ്പിൽ, അവൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിനക്ക് ഉത്തരവുണ്ടായിരിക്കണം. വലിഞ്ഞു മുറിയ മുഖത്തോടെ പറഞ്ഞ് ആശയെ പുച്ഛിച്ചുകൊണ്ട് ദേവദാസ് അകത്തേക്ക് പോയി. ആശ മനസ്സിനെ ഒന്ന് പാകപ്പെടി തിരിഞ്ഞതും ദൂരേക്ക് നോക്കി നിൽക്കുന്ന നന്ദനെ കണ്ടു. ആശ അവൻ്റെ അടുത്തേക്ക് നടന്നു. നിനക്ക് അവനുള്ള കമ്മിറ്റ്മെന്റ് എനിക്കറിയാം, എന്നാൽ ഇവിടെ അത് വേണ്ട. അന്ന് തീരുമാനിച്ച പോലെ രണ്ടുപേരുടെയും വിവാഹം ഒരുമിച്ച് നടത്താം. ഇവിടെ വെച്ചല്ല, ഡൽഹിയിൽ വെച്ച്. കീർത്തിയുടെ ഫാമിലി അറിയിച്ചേക്ക്. മറ്റന്നാൾ നടക്കുന്ന എൻഗേജ്മെന്റിന് കീർത്തിയും കൂട്ടണം. അവളും എല്ലാം ഉൾക്കൊണ്ടേ പറ്റൂ. നന്ദനൊന്നും മിണ്ടിയില്ല. ദൂരേക്ക് നോക്കി ഒരു പൂച്ചച്ചിരി ചിരിച്ചു. ശേഷം ആശയെ നോക്കി. പാർവതി നിങ്ങൾ വിളിച്ചിരുന്ന മമ്മ എന്ന് തന്നെയാ. ആ വാക്കിനൊരർത്ഥമുണ്ടെന്ന് ആൻറ്റി പിന്നീട് മനസ്സിലാക്കൂ. അത്രമാത്രം പറഞ്ഞ് നന്ദൻ മുകളിലേക്ക് കയറിപ്പോയി. നന്ദൻ പോയതും ആശയുടെ മനസ്സ് വല്ലാതെ പിടിമുറുകുന്ന പോലെ തോന്നി. ശരിയാണ്, അവൾ തന്നെ മമ്മ എന്നല്ലാതെ വിളിച്ചിട്ടില്ല. അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോഴേക്ക് തോന്നിയിട്ടുണ്ട് അവളുടെ ആ വിളിയിൽ സ്വന്തം അമ്മയേക്കാൾ തന്നെ അവൾ അംഗീകരിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ എന്തുകൊണ്ടോ തനിക്ക് ഇപ്പോഴും കഴിയുന്നില്ല തൻ്റെ മകൻ അറിഞ്ഞുകൊണ്ട് രൂപത്തിലേക്ക് തള്ളിവിടാൻ. ആദ്യമൊക്കെ കുറച്ച് വിഷമമുണ്ടാകും, പിന്നീട് എല്ലാവരും എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് തുടങ്ങുമായിരിക്കും. പതിയെ തന്നെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തിയ ആശ. എൻ്റെ മോളെ, നമ്മൾ കണ്ട സ്വപ്നമെല്ലാം നടക്കാൻ പോവാ. 2 ദിവസം കൊണ്ട് ആദ്യം ഞാൻ നമ്മൾ എൻഗേജ്മെന്റ്, പിന്നെ കല്യാണം. വസുമതി ലോകം കീഴടക്കിയ സന്തോഷത്തോടെ പറഞ്ഞു. അങ്ങനെ അമ്മയും മോളും കൂടെ എല്ലാം അങ്ങ് ഒപ്പിച്ചെടുത്തു അല്ലേ? വാസന്ത ഒരു ചിരിയോടെ വന്ന് പറഞ്ഞു. അതേടാ മോനെ, ഇനി നിന്റെ പെങ്ങള് റാണിയാ. റാണി, ആ വർണ്ണ കൊട്ടാരത്തിലെ റാണി. ഞാൻ ഈ റാണിയുടെ അമ്മയും അല്ലേ മോളെ? ആഹാ, അപ്പൊ റാണിയുടെ ഏട്ടനും സ്ഥാനല്ലേ മോളെ? അത് പിന്നെ ചോദിക്കണം ഏട്ടാ. ഒരു ഗൂഢമായ പുഞ്ചിരിയോടെ നോക്കി ചിരിച്ചു 3 പേരും. മോളെ, നമ്മൾ തോറ്റുപോയി മോളെ. ഈ പിശാചുക്കളുടെ ഇടയിൽ അമ്മയ്ക്കും മോൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്റെ പ്രാണനായവൻ്റെ അവസ്ഥ പോലും ഞങ്ങൾക്കറിയില്ല മോളെ. പൃഥ്വി, അവൻ്റെ മന്ത്രശക്തികൾ തടഞ്ഞ് ഇവിടുന്ന് രക്ഷപ്പെടാൻ നമുക്കാവും തോന്നില്ല മോളെ. രക്ഷിക്കാൻ എത്തിയവർ പോലും അവൻ്റെ ഇച്ഛാശക്തിയിൽ തളർന്നു പോയി. ദൈവത്തിനല്ലാതെ മറ്റാർക്കും നമ്മെ രക്ഷിക്കാനാവില്ല മോളെ.
മോളെ കണ്ണോർക്ക്. ദേ നിന്റെ അമ്മയാ വിളിക്കുന്നത്. കാണണ്ടേ നിനക്ക് നിന്റെ ദേവേട്ടനെ? ചലനമില്ലാതെ കിടക്കുന്ന തന്റെ മകളുടെ ചാരിയിരുന്ന് വിതുമ്പിക്കൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പൂർണിമ. അമ്മേ, മാസങ്ങളായില്ലേ അമ്മേ, എൻ്റെ ചേച്ചി എന്താ കണ്ണുറക്കാത്ത? നമ്മളെ തേടി ആരും വരാത്ത എന്താ അമ്മേ? അന്നവരുടെ അവസ്ഥ മോള് കണ്ടതല്ലേ. സ്വന്തം ജീവനിൽ പേടി കാണും മോളെ. പൂർണിമയുടെ വാക്കുകൾ കേൾക്കെ പാർവതിയെ നോക്കിക്കൊണ്ട് അവൾക്കടുത്തായി വന്നിരുന്നു പല്ലവി. ചേച്ചി ഒന്ന് എണീക്ക് ചേച്ചി, ഒന്ന് കണ്ണു തുറന്ന് നോക്കിയെങ്കിലും ചെയ്യും. പാർവതിയെ തട്ടി വിളിച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞു പല്ലവി. ഇല്ല, ഒരനക്കവും ആ ശരീരത്തിനില്ല. ജീവനുണ്ടെന്ന് പറയാൻ ആ മിടിപ്പും ശ്വാസഗതിയും അവളിലുണ്ടെന്ന് മാത്രം. പല്ലവി പാർവതിയുടെ കൈകളിൽ ഇറുകെ പിടിച്ച് വിതുമ്പി. ആദിയുടെ കൈകളിൽ ഇറുകെ പിടിച്ച് പുറത്തേക്ക് പോകുന്നവളെ എല്ലാവരും പുച്ഛത്തോടെ നോക്കി. അനശ്വര കനിയെ നോക്കി. ഈ പിശാചിന് ഇപ്പൊ അങ്ങ് സ്വർഗത്തിൽ ചെന്ന പോലെയാ. എല്ലാം അങ്ങ് തീർത്തു കൊടുത്താലോ ശവം. ഡീ, നമുക്കൊരു കാര്യം ചെയ്താലോ? പാർവതി ചേച്ചിയുടെ ഫോട്ടോ ആദ്യന്റെ റൂമിൽ കൊണ്ടുവച്ചാലോ? ഡീ, ഇരുവരുടെയും സംസാരം കേട്ട് ഗൗതമി തുറച്ചു നോക്കി അലറി. നിനക്കൊക്കെ എന്താടി? നീയൊക്കെ നിന്റെ കാര്യം നോക്കിയാൽ മതി. ആ നാശം പിടിച്ചവളെ കുറിച്ച് ഒരു അക്ഷരം ആദിക്കുമ്പോൾ മിണ്ടിയാ അന്ന് നിന്നെയൊക്കെ പച്ച കത്തിക്കും ഞാൻ. വാസന്തിനോടൊന്ന് പറയേണ്ട താമസം നിന്റെ കണപ്പെല്ലാം അടിച്ച് തെറിപ്പിക്കും. കാണൂടി നിനക്ക്? പിന്നെ നിങ്ങൾ അമ്മയും മോനും ഞങ്ങൾ രോമത്തിൽ പോലും തൊടില്ല. കാണും നിങ്ങൾക്ക്. ആളെ പറ്റിച്ച് നിങ്ങൾ കല്യാണം നടത്താൻ നോക്കുന്നു. ഉളുപ്പ് മാനമുണ്ട് നിങ്ങൾക്ക്. ഡീ, ഒന്ന് പോ അപ്പച്ചി. അപ്പച്ചിയുടെ ഉറഞ്ഞുള്ളിലൊക്കെ നിങ്ങളുടെ മക്കളുടെ അടുത്ത് എടുത്താൽ മതി. ഇങ്ങോട്ട് എടുക്കണ്ട. ഞങ്ങളുടെ അണപ്പല്ല് തെറിപ്പിക്കും മുമ്പ് അപ്പച്ചി കൊണ്ട് അണപ്പല്ല് അത് ഓർത്താ നന്ന്. നീ വാങ്ങനി. അനശ്വര കനിയെയും കൂട്ടി ഗൗതമിയെ പുച്ഛിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അഹങ്കാരി, നീയൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നുള്ളടി നാശൂലമേ. അവിടെയൊക്കെ ഒരു പാർവതി ചേച്ചി. അവര് പോകുന്ന നോക്കി പുച്ഛിച്ചുകൊണ്ട് പിറുവിറുത്ത് ഗൗതമി. ആദിയുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ച് പുറത്തേക്ക് പോകുന്ന വസുമതിയെ കണ്ട് മുത്തശ്ശിയുടെ ഉള്ളം വിങ്ങി. മോളെ പാറു, എവിടെയാ മോളെ നീ? അവളങ്ങ് ദേവലോകത്ത്. ഗൗതമി മുത്തശ്ശിയുടെ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അമ്മയ്ക്ക് എന്റെ മോള് സന്തോഷിക്കുന്ന പിടിക്കുന്നില്ല അല്ലേ? നിന്റെ മോള് എനിക്ക് കൊച്ചുമോള് തന്നെയാ ഗൗതമി. എന്ന് കരുതി ഒരാളെ ചതിച്ച് നേടിയെടുക്കേണ്ടതല്ല ദാമ്പത്യ ജീവിതം. നീ ഒന്നോർത്തോ, ആദിക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടിയ അവന്റെ അഗ്നിയിൽ വന്ന് മരിക്കുന്നത് ചിലപ്പോൾ ആദ്യം നിന്റെ മകളായിരിക്കും. അമ്മ അതോർത്ത് വിഷമിക്കേണ്ട. ആദ്യ വിവാഹം, അത് കഴിഞ്ഞ് വൈകാതെ അവർക്കിടയിലേക്ക് ഒരാൾ കൂടെ വരും, ആദിയുടെ കുഞ്ഞ്. അതിനുശേഷം അവന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാലും ആ കുഞ്ഞിനെ ഓർത്ത് അവനെല്ലാം മറക്കും. അവന്റെ ചോരയേക്കാൾ വലുതാവില്ലല്ലോ അവന് പാർവതി. പിന്നെ പതിയെ പതിയെ അവനെല്ലാം അംഗീകരിക്കും. പട്ടിയുടെ വാല് പന്തിരാണ്ടം കാലം കുഴയിലിട്ടാലും അത് വളഞ്ഞിരിക്കും എന്നൊരു ചൊല്ലുണ്ട്. നിന്റെ കാര്യത്തിൽ അത് ശരിയാ. ഗൗതമിയെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കിക്കൊണ്ട് മുത്തശ്ശി അകത്തേക്ക് കയറിപ്പോയി. ഓ, അമ്മയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാവർക്കും അവളെ മതി, വലിയ ദേവത. ഒരു മുഷിച്ചിലോടെ പറഞ്ഞു ഗൗതമി. നാളെ ഇരുവരുടെ എൻഗേജ്മെന്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പെട്ടെന്നായതുകൊണ്ട് തന്നെ ഓടി നടന്നെല്ലാം ചെയ്യുന്നുണ്ട് ഗൗതമിയും വാസന്തും എല്ലാം. കാത്തിരിക്കാം, എൻഗേജ്മെന്റ് നടക്കുമോ, പാർവതിയെ കൈവിടുമോ?